സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇതൊരു റോളിംഗ് ഷട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞങ്ങൾ കിച്ചനകത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഇത് നമ്മൾ കിച്ചനകത്താണ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇതിൻ്റെ ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ് അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു സിമ്പിളായിട്ട് രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഇവിടെ 2 കിച്ചണാണ് ഉള്ളത്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. ഒരെണ്ണം ഓപ്പൺ കിച്ചണും ഒരെണ്ണം സാധാരണ ഒരു കിച്ചണുമാണ് ഉള്ളത്. ഈ ചെറിയ കിച്ചണിലാണ് നമ്മൾ ഈ ഷട്ടർ ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഏരിയയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചെറിയ കിച്ചണിലാണ്. ചെറിയ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ കിച്ചൺ തന്നെയാണ്. എന്നാൽ ഈ 2 കിച്ചണിൽ വെച്ച് ചെറിയ കിച്ചൺ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് വീതിക്കാണ് അത് ബോക്സ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റോളിംഗ് ഷട്ടർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ 2 ചാനലും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതപ്പുറത്ത് മാറിയിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നതെന്ന്. ഇത് എപ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിൻ്റെ കാറ്റലോഗാണ് ഇത്. ഈ കാറ്റലോഗ് വെച്ച് ചെയ്താൽ കറക്റ്റായിട്ട് വരും. സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അധികം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഡ്രോയിങ്ങിനകത്തുണ്ട് ഏതാ മെഷർമെൻറ്റ്, അതിൻ്റെ നീളം ഏതാണ്, അതിൻ്റെ വീതി ഏതാണ്, നമ്മുടെ ഇതിന് ഏതാ ഉപയോഗിക്കാനുള്ള ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ് വെച്ച് നമ്മളതിൻ്റെ വീതി വെച്ച് ബോക്സ് ചെയ്യണം. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ അത് വലിയ പ്രശ്നമുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതാണ് ആ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതേ രീതിയിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഈ റോപ്പ് വഴിയാണ് ഇത് ചുറ്റി മുകളിലോട്ട് കയറുകയും താഴുകയൊക്കെ ചെയ്യുന്നത്. ഈ റോപ്പ് വഴിയാണ്. ഈ റോപ്പ് വഴി ഈ ബാറിൽ കൂടെ ചുറ്റിയാണ് മുകളിലോട്ട് കയറുകയും ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തോട്ട് മെഷർമെൻറ്റാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ വില MRP റേറ്റാണിത്. ഇതിൻ്റെക്കാളും വില കുറച്ചാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് ഓരോ കടയിലും ഓരോ റേറ്റാണ്. 24,744 രൂപയാണ് ഇതേ കിടക്കുന്ന MRP റേറ്റ്. ഇത്രയും വിലയൊന്നും നമുക്ക് മേടിക്കുമ്പോൾ ഇല്ല. ഇതുണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഇത് 2 ചാനൽ കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബോക്സ് പണിത ശേഷം ഈ 2 ചാനൽ സൈഡിൽ പിടിപ്പിച്ച് അതിനകത്ത് ഇതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ ഒരു കവറിങ് പീസ് കൂടെ വരുന്നുണ്ട്. ഈ ചാനലിലെ സ്ലോട്ട് വഴി താഴോട്ട് വരണം. ഇതിൻ്റെ കൂടെ ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ്ങിനകത്ത് നമുക്ക് വിശദമായിട്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 60 സെൻറ്റിമീറ്റർ വീതിയും 130 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ സ്ലൈഡിങ് ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 64.5 സെൻറ്റിമീറ്റർ വീതി ഇൻസൈഡായിട്ടുള്ള അളവുള്ള ബോക്സ് നമ്മൾ ചെയ്യണം. ആ ബോക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന വീതി ബോക്സ് തലയും കുത്തി വെച്ചിട്ട് അതിനകത്ത് പുറകിൽ നിന്ന് ബാക്ക് ഷീറ്റ് അടിക്കുന്നതിന് മുന്നേ ഇത് നിലത്ത് സെറ്റ് വെക്കുന്ന പോലെ നമ്മൾ വെച്ച് ഫ്രണ്ട് വ്യൂ ഒപ്പിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫിറ്റ് ചെയ്ത് എളുപ്പമുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചു വെക്കുക ചെയ്യുന്നത്. ആ രീതിയിലാകുമ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ സ്ക്രൂ വെക്കാനും ഇത് പിടിച്ചുകൊണ്ട് നിന്ന് ഫിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ റോളർ വഴിയാണ് അത് കയറി വരികയോ ഇറങ്ങി പോവുകയും ചെയ്യുന്നത്. കൂടെ പറയാം, കബോർഡ് തിരിച്ചു വെച്ച ശേഷം അതിനകത്ത് ഈ റോളർ ഭാഗം താഴെ സെറ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ ലെവലായിട്ട് ഈ ചാനലിനകത്തൂടെ കയറി വരുന്ന രീതിയിൽ തിരിച്ചു വെച്ച ശേഷമാണ് നമ്മൾ ഈ ഫിറ്റിങ്സ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ തിരിച്ചു വെച്ചിട്ട് ബാക്കി സ്ക്രൂകളെല്ലാം വെച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട് ശേഷം ബാക്ക് ഷീറ്റ് പിന്നീടാണ് തറയ്ക്കുന്നത്. ഇപ്പം അകത്തുനിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുന്ന ഒരു ഭാഗമാണിത്. ആ ചാനൽ വെച്ച് കഴിഞ്ഞാൽ ചാനലിനകത്തൂടെ താഴോട്ട് ഇറങ്ങി വരണം റോളർ. ഈ ഗ്രൂവിനകത്തൂടെ ഈ റോളർ കയറി പോകുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിങ്സ്. സംഭവം ഇത്ര സിമ്പിളാണ്. ഈ റോളറിനകത്തൂടെ ഇതിങ്ങനെ ചുരുണ്ട് കയറിയിരിക്കുന്നു. പിന്നെ 2 അടപ്പ് വരുന്നുണ്ട്. അടപ്പ് ഇതിനെ മുകളിൽ വെക്കാനുള്ളതാണ്. നമ്മളിതിൻ്റെ ചാനലിൻ്റെ മേളിൽ 2 ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ മുകളിലും താഴെയും 4 ഗ്യാപ്പ് വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്ക് ഷീറ്റൊക്കെ അടിച്ച് തട്ടുകളെല്ലാം ഫിറ്റ് ചെയ്ത് നമുക്ക് അതാത് സ്ഥാനത്ത് ഫിറ്റ് ചെയ്യാം. ഏതാണോ നമുക്ക് ആവശ്യമുള്ള അളവ്, ആ അളവിനനുസരിച്ച് വേണം നമുക്ക് ഈ സാധനം ഓർഡർ ചെയ്യാൻ. അതിനനുസരിച്ച് വേണം നമുക്ക് ബോക്സ് ചെയ്യാൻ. ഇൻസൈഡ് അളവാണ് അവിടെ കൊടുത്തിരിക്കുന്ന. ഓരോ കാറ്റലോഗിനകത്ത് കൊടുത്തിരിക്കുന്ന അളവ് ഇൻസൈഡ് അളവാണ്. ആ ഇൻസൈഡ് അളവിന് ബോക്സ് ഉള്ളളവിന് ഉണ്ടാക്കിയാൽ ഓക്കെ ആവും.